മുൻ ദേവസ്വം കമ്മീഷണറുടെ സ്വകാര്യ രേഖശേഖരം ഇനി സംസ്ഥാന പുരാരേഖ. എഴുത്തുകാരൻ NS മാധവന്റെ കൈവശമുള്ള രാജരാജവർമ്മയുടെ ദിനരേഖ ശേഖരം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഏറ്റുവാങ്ങി. 1920കളിലെ വൈക്കം സത്യാഗ്രഹ സമയം മുതലുള്ള ഡയറി കുറിപ്പുകളുടെ 9 ബുക്കുകളാണ് പുരാരേഖ വകുപ്പിന് കൈമാറിയത്. എഴുത്തുകാരൻ NS മാധവന്റെ കൈവശമുള്ള മുൻ ദേവസ്വം കമ്മീഷണർ M രാജരാജവർമ്മയുടെ സ്വകാര്യ രേഖാശേഖരമാണ് കടവന്ത്രയിലെ വസതിയിൽ വെച്ച് ആർക്കൈവ്സ് വകുപ്പിന് വേണ്ടി പുരാരേഖ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി NS മാധവനിൽ നിന്നും ഏറ്റുവാങ്ങിയത്. 1920കളിലെ വൈക്കം സത്യാഗ്രഹ സമയം മുതലുള്ള ഡയറി കുറിപ്പുകളുടെ 9 ബുക്കുകളാണ് പുരാരേഖ വകുപ്പിന് കൈമാറിയത്. NS മാധവനെ പോലുള്ള മഹാവ്യക്തിത്വങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അത് ആർക്കും നിഷേധിക്കാനും നിരോധിക്കാനും കഴിയുന്നതല്ല. അപ്പോൾ ചരിത്രത്തിൻ്റെ സൃഷ്ടികളും ചരിത്രത്തിൻ്റെ അപൂർവമായ നിധികളുമാണ് എല്ലാം. ഈ പുരാരേഖ പുരാവസ്തു മ്യൂസിയം വകുപ്പുകളൊക്കെ തന്നെ സംയോജിപ്പിച്ചുകൊണ്ടും സംഘടിപ്പിച്ചുകൊണ്ടും എത്രയോ അപൂർവമായ ചരിത്ര സത്യങ്ങൾ തലമുറയ്ക്ക് വേണ്ടി സൂക്ഷിക്കുന്നവരാണ്. അത്ഭുതകരമാണ് അവരുടെ സമർപ്പണ ബോധം. അതെല്ലാം സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ സ്ഥാപനങ്ങളെ കാണാൻ ആളുകൾ വരികയും ഇത്രയും വലുതാണോ നമ്മുടെ ഈ സൂക്ഷിപ്പുകൾ എന്ന് അത്ഭുതപ്പെടുന്നത്. ചടങ്ങിൽ സംസ്ഥാന ആർക്കൈവ്സ് ഡയറക്ടർ P. ബിജു, സൂപ്രണ്ട് KV ഷിജി, ചരിത്രകാരൻ ചെറായി രാമദാസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. രാജരാജവർമ്മയുടെ ചെറുമകനായ ആർക്കിടെക്ട് AG കൃഷ്ണമേനോൻ ബന്ധുവായ NS മാധവന് നൽകിയ ഡയറികളാണ് സംസ്ഥാന പുരാരേഖ വകുപ്പ് ഇപ്പോൾ ഏറ്റെടുത്തത്. ഈ ഡയറികൾ പൊതുജനങ്ങൾക്ക് പ്രാപ്യമാവടുത്ത് തന്നെ ഇത് ഞാൻ തുറന്നു നോക്കാൻ ശ്രമിച്ചിട്ടില്ല. കാരണം ഏതാണ്ട് 100 വർഷം പഴക്കമുള്ള പുസ്തകമാണ്. എൻ്റെ അവിദഗ്ധമായ കൈകളിൽ അത് സുരക്ഷിതമായിരിക്കുമെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ നോക്കിയിട്ടില്ല. ഇനി അതിനുള്ള കൺസർവേഷൻ, സൂക്ഷിക്കുക, ഡിജിറ്റൈസേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നടക്കുകയും ഇത് പൊതുജനങ്ങൾക്ക് പ്രാപ്യമാകുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ഒരു സാധനം വാങ്ങുമ്പോൾ അതിന്റെ ഗുണമേന്മ നമ്മൾ തിരിച്ചും മറിച്ചും നോക്കി ഉറപ്പുവരുത്തും. മികച്ച ഗുണമേന്മയ്ക്കൊപ്പം നല്ല വിലക്കുറവും കൂടെ ആയാലോ? നല്ല ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഗ്രോസറീസ് തുടങ്ങിയ എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും വൻ വിലക്കുറവാണുള്ളത്. നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പഠനോപകരണങ്ങളും സജ്ജമായി കഴിഞ്ഞു. അപ്പോൾ ഈ അവധിക്കാലം ചുള്ളിക്കൽ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റിനോടൊപ്പം